ഹലോ ലൈഫ് സ്ട്രീമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നൊരു തലക്കെട്ട് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ശനിയാഴ്ചയിൽ നമ്മൾ കഴിച്ച ഫുഡ്, നമ്മൾ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും വീട്ടിൽ കഴിച്ച ഫുഡാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എന്തിനാ ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും എല്ലാ അമ്മമാരും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡും ഒപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ, മറ്റൊരു വീട്ടിൽ ആ അമ്മ എന്താണ് ചെയ്യുന്നത് അതറിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടിപ്പ് നമുക്ക് കിട്ടുവാണെങ്കിൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു ടിപ്പ് കിട്ടുവാണെങ്കിൽ നല്ലതാണ് എന്ന് തോന്നിയിട്ടില്ലേ? ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഒരു നെയ്ബേഴ്സിൻ്റെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ബ്രെഡ് കുട്ടികൾ കഴിക്കാറില്ല, അപ്പോൾ ബ്രെഡിൽ ഇങ്ങനെ ഒരു സാധനം ചേർത്ത് കൊടുത്താൽ കുട്ടികൾ കഴിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് ഇത്രയും ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് ലോകത്തുള്ള എല്ലാ കാര്യവും നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പം അത് മ്യൂച്വലി ബെനിഫിഷ്യലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരു ദിവസം ഞങ്ങൾ കഴിച്ച ഭക്ഷണ സാധനങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പം നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്, സംതിങ് ഡിഫറെൻറ്റ് നിങ്ങൾ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് തോന്നിയ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാമല്ലോ, ഒക്കെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ നമുക്കൊരു ഹെൽത്തി ഡിസ്കഷൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശനി ഞായർ ദിവസങ്ങളിൽ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. ശനിയാഴ്ച എപ്പോഴും കോൺഫ്ലേക്സ് അല്ലെങ്കിൽ മ്യൂസലി അങ്ങനെയുള്ള എന്തെങ്കിലും സീരിയൽസും, ഞായറാഴ്ച ബ്രെഡുമാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ശനി ഞായറും ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് ഒരു ഫയർ ഉപയോഗിച്ചുള്ള കുക്കിംഗ് ഉണ്ടാവാറില്ല. മേ ബി ബ്രെഡ് ടോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും, അല്ലെങ്കിൽ ബ്രെഡ് ജാമായിട്ട് കഴിക്കും, ബ്രെഡ് പീനട്ട് ബട്ടറായിട്ട് കഴിക്കും, ബ്രെഡ് ചീസ് ഉള്ളിൽ വെച്ച് ഒരു സാൻഡ്വിച്ചായിട്ട് കഴിക്കും, ബ്രെഡ് ന്യൂട്ടെല്ല കോമ്പിനേഷൻ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും സൺഡേ കഴിക്കുക. സാറ്റർഡേ ഇങ്ങനെ കുറച്ച് 2 ടൈപ്പ് കോൺഫ്ലേക്സ് മ്യൂസ്ലി എപ്പോഴും വീട്ടിലുണ്ടാവും, അതാണ് കഴിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സോഫിറ്റ് എന്ന് പറയുന്ന സോയ മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാല് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പാൽ ഉൽപ്പന്നങ്ങൾ ഞാൻ കഴിക്കും, തൈര് മോരൊക്കെ കഴിക്കും, പക്ഷേ പശുവും പാല് ഞാൻ കഴിക്കുകയില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും മ്യൂസ്ലിയും കോൺഫ്ലെക്സും കഴിക്കുമ്പം എൻ്റെ കാര്യം കട്ടപ്പൊക്കെയാവാറുണ്ട്. അപ്പോൾ ഞാൻ വല്ല പേരയ്ക്കയോ ആപ്പിളോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വിശപ്പടക്കിയൊക്കെയാണ് നടക്കാറുള്ളത്. അപ്പോൾ കുറേ ആയി ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ സോയ മിൽക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതെനിക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സംഭവം അടിപൊളിയായിരുന്നു. സോയ മിൽക്ക് ഒഴിച്ചിട്ട് ഈ യോഗ ബാറിൻ്റെ മ്യൂസ്ലി പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു മൈൽഡ് സ്വീറ്റ്നെസ്സും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റും, ഒരുപാട് ക്രഞ്ചി ആയിട്ടുള്ള നട്ട്സും ചെറി എന്തൊക്കെയോ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. ശരിക്കും മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ പിള്ളേർക്ക് ഇതാ ഹണി അതുപോലെ ജാഗരി പൗഡറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇതിൽ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തില്ല. ജസ്റ്റ് ഒരു ബൗൾ മ്യൂസ്ലി എടുത്ത് സോയ മിൽക്ക്, സോഫിറ്റ് സോയ മിൽക്ക്, അത് വാനില ഫ്ലേവറിൻ്റെയാണ്, അതൊഴിച്ച് കഴിച്ചു. ഇത് കഴിഞ്ഞാൽ ഒരു ബൗളും കൂടെ എടുത്ത് ഫില്ല് ചെയ്ത് കഴിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ശനിയാഴ്ച ഇനിയിപ്പോൾ എനിക്കും കോൺഫ്ലേക്സ് മ്യൂസ്ലിയൊക്കെ കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി ഈ ഒരു പാലുണ്ടെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രോട്ടീനായിട്ട് നമ്മുടെ മിൽക്കുണ്ട്, പിന്നെ ഇതിലുള്ള നട്ട്സൊക്കെ ഉണ്ട്, പിന്നെ കാർബോഹൈഡ്രേറ്റായിട്ട് ബാക്കി ഇതിലുള്ള മ്യൂസ്ലി സംഭവങ്ങളും ഉണ്ട്. ഇവിടെ മിസ്സിങ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഫൈബറാണ്. അപ്പം സാധാരണ നമ്മുടെ ഒരു ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫൈബറും അടങ്ങിയിരിക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫാറ്റ് വേണം. ഫാറ്റിന് നമ്മൾ പ്രത്യേകിച്ച് ഫാറ്റായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മിക്കവാറും എല്ലാ കുക്കിങ്ങിലും സീസണിങ്ങിലും ഒക്കെ ആയിട്ട് ഫാറ്റിൻ്റെ അംശം ഓൾറെഡി നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫൈബറിന് വേണ്ടി ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, ആപ്പിൾ ഇതിൽ പെർഫെക്റ്റ്ലി ബ്ലെൻഡായി പോവും, അല്ലെങ്കിൽ ബനാന, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇതിൽ തോന്നുന്നത്. പിന്നെ മേ ബി ഇത് അവക്കാഡോ ഇല്ല, ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന അതും വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇതിലിപ്പോൾ ആഡ് ചെയ്തില്ല, കാരണം പിള്ളേർക്ക് യോഗ ബാർ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയതിപ്പോൾ സെക്കൻഡ് ടൈമാണ് വാങ്ങുന്നത്. അവരതിൽ വേറെ ഒന്നും ഇടാൻ സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കഴിച്ചത്. ഐഡിയലി ഇതൊരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റായി മാറണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ഒരു 11 മണി നേരത്തെ ഒരു ബ്രേക്ക് ടൈമിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കുട്ടികൾക്ക് കൊടുക്കാം. പറഞ്ഞു വരുമ്പോഴത്തേനും ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ടോ. അപ്പോൾ ഉച്ചയ്ക്കിലേക്ക് ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്കിലേക്ക് ചിക്കനാണ് വെക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ, അതായത് എന്തെങ്കിലും ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ മിയ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, അതിൻ്റെ കൂടെ ചോറ് വേണ്ട, ചപ്പാത്തി മതി. ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട, ഇതാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം എന്ന് പറയും. അപ്പോൾ പൊറോട്ട ഞാൻ അങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല.
അപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഞാൻ എപ്പോഴും മറന്നു പോകും. നമ്മൾ സാധാരണ ആസ് യൂഷ്വൽ ചോറ് വെക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം അവൾക്ക് ഭയങ്കര സങ്കടമാണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഇറച്ചിയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പിന്നെ വൈകുന്നേരത്തേക്കാണ് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് നേരത്തെ ഓർത്തതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ റൈസ് തന്നെ കഴിച്ച് തീരുമെന്ന് നിർബന്ധമൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ ചപ്പാത്തി മാവ് ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചു. ഇനി ചിക്കൻ്റെ പണിയിലോട്ട് തിരിയണം. ചിക്കൻ്റെ കാര്യം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോം ഡെലിവറിക്ക് വേണ്ടി ഒരു പുതിയ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ചിക്കൻ മീഡിയം കട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ മീഡിയം കട്ട് വന്നിട്ട് ഭയങ്കര കുഞ്ഞതാണ്. അപ്പോൾ ഇവരുടെ സ്മോൾ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരുടെ സ്മോൾ കട്ട് നമ്മുടെ ഉപ്പേരിക്ക് അരിഞ്ഞ പോലെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി എന്ന് പറയാവുന്ന ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കൈൻഡ് ഓഫ് ഒരു ഹെൽത്തിയാണ് എന്ന് പറയാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒട്ടും കൂടുതലല്ലല്ലോ. ഞാൻ സ്കിന്നി റെസിപ്പീസ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇതുപോലുള്ളൊരു റെസിപ്പി കണ്ടത്. അതിലത്തെ കുറേ റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അവർ ഒരു ഇംഗ്ലീഷ് ചാനലാണ്, മലയാളിയുടെ ഇംഗ്ലീഷ് ചാനലാണ്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ചിക്കൻ മുളകിട്ടതെന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ല. അത് അങ്ങനെ ഉണ്ടാക്കുന്നൊരു ചിക്കൻ കറിയാണ്. മലബാർ സൈഡിലുള്ള ചിക്കൻ കറിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കി കണ്ടിട്ടുള്ളൊരു സംഭവമല്ല. കാര്യം ഭയങ്കര സിമ്പിളാണ്. കുറച്ച് സവാള എടുത്തു, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു, കുറച്ച് തക്കാളി ചെറുതായി നുറുക്കി വെച്ചു. ഇത്രയാണ് നുറുക്കാനുള്ള പരിപാടിയിൽ വരുന്നത്. അപ്പം ചിക്കനിൽ ഒന്നും നമ്മൾ സാധാരണ എല്ലാ ചിക്കൻ കറിക്കും ആദ്യം എല്ലാ പൊടികളും മസാലകളൊക്കെ ചിക്കനിൽ പുരട്ടി ഒരു മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിവിടെ ചെയ്യുന്നില്ല. ജസ്റ്റ് വാഷ് ചെയ്തെടുത്ത ചിക്കൻ പീസസ് അതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് ഈ കറിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിടിക്കാതെ ഇരിക്കുമോ എന്നൊരു കൺസേൺ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇത് പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വഴറ്റി എന്ന പരിപാടി ഉൾപ്പെടെ പ്രഷർ കുക്കറിന് അകത്താണ് ചെയ്യുന്നത്. കറി റെഡിയായി കഴിഞ്ഞപ്പോൾ അങ്ങനെ പിടിക്കാത്തൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, നന്നായിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടി ഇല്ലാതുള്ളൊരു ചിക്കൻ കറിയും എനിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരുന്നു. കാരണം മല്ലിപ്പൊടി ആണല്ലോ അതിനൊരു ഒരു കുഴമ്പ് പരുവാക്കുന്നതും അതിനൊരു കൊഴുപ്പ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അതില്ലാണ്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാനിങ്ങനെ കുറച്ച് വറീഡായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള ചിക്കൻ കറി, ഫസ്റ്റ് ക്ലാസ് ചിക്കൻ കറി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഒറ്റൊരു പാത്രം വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറി ആയിരുന്നു. നമ്മുടെ കുക്കറിലുള്ള വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഹോൾ സ്പൈസസ് ആണ് ഇടുന്നത്. ആദ്യം തന്നെ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് ഏലക്ക, അത് കഴിഞ്ഞാൽ കുറച്ച് കരയാമ്പൂ, ക്ലോവ്സ് എന്ന് പറയുന്ന ഗ്രാമ്പൂ, പിന്നെ കുറച്ച് സിന്നമൺ, കറുവപ്പട്ട ഇത്തിരി ചെറുതായി പൊട്ടിച്ച് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഈ എണ്ണയിലോട്ട് ഇടുന്നത്. അപ്പോൾ ചൂടായി വന്ന എണ്ണയിൽ കിടന്ന് ശരിക്കും ഈ സ്പൈസസിൻ്റെ ഫ്ലേവർ ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ട് ഇറങ്ങും. അടുത്തതായിട്ട് പച്ചമുളക് നെടുകെ കീറിയത്, കറിവേപ്പില, പിന്നെ സവാള നുറുക്കി വെച്ചത്, ഇതൊക്കെ ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് സാധാരണ വൈറ്റ് അയഡൈസ്ഡ് സോൾട്ടാണ്. അപ്പോൾ ഇത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്. ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാറി മാറി 2 തരത്തിലുള്ള ഉപ്പും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു മാസം പിങ്ക് ഹിമാലയൻ സോൾട്ട് വാങ്ങുകയാണെങ്കിൽ, ലൈക്ക് ഒരു 1 kg വാങ്ങുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ അടുത്തത് ഞാൻ അയഡൈസ്ഡ് സോൾട്ട് വാങ്ങും. അതിൻ്റെ അടുത്ത പ്രാവശ്യം അത് കഴിയുമ്പോൾ വീണ്ടും പിങ്ക് ഹിമാലയൻ സോൾട്ട് വാങ്ങും. ഞാനിങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പിങ്ക് ഹിമാലയൻ സോൾട്ട് ഹെൽത്തിയാണ്. അതിലൊരുപാട് ഹെൽത്തി ആയിട്ടുള്ള മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ വൈറ്റ് സോൾട്ട് അത് അയഡിൻ റിച്ച് ആക്കി ഇന്ത്യൻ പീപ്പിളിന് അയഡിൻ ഡെഫിഷ്യൻസി വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അയഡൈസ്ഡ് സോൾട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയില്ലല്ലോ, നമുക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഒരുപക്ഷെ സ്ഥിരമായിട്ട് ഒരെണ്ണം മാത്രം ഉപയോഗിക്കുന്നതിനേക്കാളും ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു ടിപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഒന്ന് വഴണ്ടി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക്ക് ചതച്ച് വെച്ചതിട്ടു, എല്ലാ പൊടികളും അതിലോട്ട് ചേർത്തു. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇത്രയേ ഉള്ളൂ.
അതിലോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. അത് കഴിയുമ്പോൾ തക്കാളി നുറുക്കി വെച്ചതും അതിലോട്ടിടുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം, ജസ്റ്റ് ഒരു പേരിന്. അപ്പോൾ ഇവിടെ എണ്ണ കൂടുതൽ ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എണ്ണ ചേർക്കാം. എണ്ണ ഒരു 1 ടേബിൾ സ്പൂണിൽ തന്നെ നിർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ കുറച്ചൊന്നൊരു വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ പ്രഷർ വെച്ചിട്ട് ലിഡ് വെച്ച് അടയ്ക്കേണ്ട. ജസ്റ്റ് എന്തെങ്കിലും വേറൊരു മൂടി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് ഒരു മിനിറ്റ് കഷ്ടിച്ച് വെക്കുകയാണെങ്കിൽ അല്പം ഒന്ന് എല്ലാം തക്കാളിയിൽ നിന്നുള്ള ഒരു ജ്യൂസൊക്കെ കൂടി ചേർന്ന് എല്ലാം കൂടി ഒന്ന് ഒരു വെന്ത പരുവായി കിട്ടും. അത് കഴിഞ്ഞ് ചിക്കൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് എടുത്തിടുക. ഒപ്പം കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ചേർക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം എല്ലാവർക്കും ഒന്നും അതിൽ കഷ്ണങ്ങളിൽ പുരണ്ട് കഴിയുമ്പോഴാണ് വെള്ളം ഒഴിച്ചത്. വെള്ളം ഏകദേശം ഇത് 1 കിലോളം ചിക്കനുണ്ട്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി കുക്കറിൻ്റെ ലിഡ് വെച്ച് അടയ്ക്കാം. പക്ഷേ പ്രഷർ ഇടണ്ട. ആ ഒരു മുകളിലിടുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇടാതെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് ആവി വന്ന് തുടങ്ങുമ്പോഴാണ് വെയിറ്റ് ഇടുന്നത്. വെയിറ്റ് ഇട്ട് ഒറ്റൊരു വിസിലടിക്കുക, ഓഫ് ചെയ്യുക. എല്ലാ പ്രഷറും പോയി കഴിയുമ്പോൾ തുറക്കുക, ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അത്യാവശ്യം വേണേൽ കസൂരി മേത്തിയോ മല്ലിയിലേക്ക് വെച്ച് ഗാർണിഷ് ചെയ്യുക. നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോൾ ഒരു കുഞ്ഞ് സാലഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. മറ്റേ സാലഡ് ക്യൂക്കമ്പറും ക്യാരറ്റും കുറച്ച് മല്ലിയിലും കുറച്ച് ഉപ്പും ആപ്പിൾ സൈഡർ വിനീഗറും കൂടി ചേർത്തപ്പോൾ അപ്പോൾ നമ്മുടെ പ്രോട്ടീനായിട്ട് നമ്മുടെ ചിക്കൻ, കാർബോഹൈഡ്രേറ്റായിട്ട് ചപ്പാത്തി, പിന്നെ ഫൈബറിന് സാലഡ്. ചൂടുണ്ടാവും കേട്ടോ. 4 മണിയായി. സ്നാക്സ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. മോഡേൺ ബ്രെഡിൻ്റെ ഡാനിഷ് ബൺ ഇവിടുന്ന് ഞാൻ ഷോപ്പിൽ കണ്ടപ്പോൾ അത് വാങ്ങിയതാണ്. ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് ബേക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിലാണ് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് പ്രിഫർ ചെയ്യാറുള്ളത്. ഇത് ജസ്റ്റ് അവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തു. അതിനകത്തൊരു ചെറുതായിട്ട് ഒരു ക്രീമും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചെറുതായിട്ടൊരു കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ചേർന്ന് ഒരു സ്നാക്കായിരുന്നു. ചായ കാപ്പി ഇവിടെ അങ്ങനെ നിർബന്ധമില്ല. ആരും അങ്ങനെ കമ്പൽസറി ആയിട്ട് കുടിക്കാറില്ല. ഹസ്ബൻഡ് മാത്രമാണ് അങ്ങനെ കഴിക്കാറുള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്കൊരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനും വീട്ടും കൂടെ കോഫി കുടിക്കാൻ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുടിക്കും. അപ്പോൾ ഇത് ഐഡിയുടെ ഇൻസ്റ്റൻറ്റ് ഫിൽറ്റർ കോഫി ലിക്വിഡാണ്. ഇങ്ങനെ ഒരു ലിക്വിഡായിട്ടാണ് കിട്ടുന്നത്. ജസ്റ്റ് പാല് ചൂടാക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ലിക്വിഡ് അതിലോട്ട് ആഡ് ചെയ്യുക, മധുരം ചേർത്ത് കഴിക്കാം. അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും ഓരോ കപ്പ് ഞങ്ങൾ ഉണ്ടാക്കി അതിൽ ജാഗ്രി പൗഡർ ചേർത്തിട്ടാണ് ഞങ്ങൾ കുടിച്ചത്. വൈകുന്നേരത്തേക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി. ഇനി റൈസും ചപ്പാത്തിയൊന്നും വേണ്ട എന്ന് പിള്ളേരുടെ ഒരു സജഷൻ അങ്ങനെയായിരുന്നു. മിക്കവാറും ഡിന്നറിൽ റൈസ് കഴിക്കാൻ ഇപ്പോൾ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവാറില്ല. അപ്പോൾ ഞാനൊരു ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫ്രോസൺ ആയിട്ടുള്ള കോൺ എൻ്റെ ഫ്രീസറിൽ ഉണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളം ചേർത്ത് അതിനൊന്ന് തിളപ്പിച്ചെടുക്കും. ഒരല്പം ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുക്കും. കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഇതുപോലെ പണ്ടുണ്ടാക്കി ഫ്രീസറിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഫ്രീസറിൽ നിന്ന് എടുത്ത് അതിനും ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ അത് ലിക്വിഡായി കിട്ടുമല്ലോ. ഈ ചിക്കൻ സ്റ്റോക്കിലോട്ട് ഈ ജസ്റ്റ് വേവിച്ചെടുത്ത ഈ കോണിനെ ഒരു മിക്സിയുടെ പൾസറിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലോട്ട് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ നേരത്തെ ചിക്കൻ കറി ഉണ്ടാക്കിയതിൽ നിന്നുള്ള കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ട് ജസ്റ്റ് അതിനൊന്ന് വാഷ് ചെയ്തെടുത്തു. ഞാൻ ആ ചിക്കൻ കറിയുടെ ആ ഒരു ഫ്ലേവറും ഗരം മസാലയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് ഓർത്തിട്ട്, വേറെ ചിക്കൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ വേറെ പ്ലാൻ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു.
അപ്പോൾ ഈ കറിയിൽ നിന്നുള്ള ചിക്കൻ പീസസ് വാഷ് ചെയ്തെടുത്തിട്ട് അതിനെ ജസ്റ്റ് പിച്ചി പറിച്ചെടുത്ത് അതിനെയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. പിന്നെ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളത്തിലൊന്ന് കലക്കി അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് ഒന്ന് തിളച്ചപ്പോൾ അത്യാവശ്യം ഒരു തിക്നെസ്സൊക്കെ സൂപ്പിന് കിട്ടി. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. എരിവിന് വേണ്ടി നമുക്ക് പെപ്പർ പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് ചില്ലി സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചൈനീസ് ഫ്ലേവർ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ആ ചില്ലി സോസാണ് ആഡ് ചെയ്തത്. ചില്ലി സോസ് ആഡ് ചെയ്തപ്പോൾ പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു റെഡിഷ് കളർ വന്നു സൂപ്പിന്. സാധാരണ സൂപ്പിന് അങ്ങനെ ഒരു കളർ ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് തോന്നി പെപ്പർ പൗഡർ ചേർക്കുന്നത് തന്നെയായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്നുള്ളത്. അങ്ങനെ സൂപ്പിൻ്റെ മേലെ ഇടാനായിട്ട് കുറച്ച് ബ്രെഡ്, നമ്മൾ സാധാരണ ബ്രെഡിൻ്റെ ചെറിയ ചെറിയ പീസായിട്ട് റോസ്റ്റ് ചെയ്തത് ഇടാറുണ്ടല്ലോ. ഇവിടെ ഞാൻ ഷോപ്പിലൊരു ഇറ്റാലിയൻ സീസണിങ് ഉള്ളൊരു ബ്രെഡിൻ്റെ ചെറിയ ചെറിയ പീസസ് കണ്ടപ്പോൾ ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഈ സൂപ്പിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞപ്പോൾ സൂപ്പറായി. പിന്നെ അതിൻ്റെ കൂടെ വേറെ സാലഡൊന്നും പിന്നെ ഉണ്ടാക്കിയില്ല. ജസ്റ്റ് കുറച്ച് ഗ്രീൻ ഗ്രേപ്സ് വാങ്ങിയതുണ്ടായിരുന്നു, അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ കുറച്ച് സൂപ്പ് കുടിക്കുകയും അതിൻ്റെ ഒപ്പം ഈ മുന്തിരി കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ബട്ടർ ചേർത്തൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത്. അപ്പോൾ ബ്രെഡ് ടോസ്റ്റും സൂപ്പും ഗ്രീൻ ഗ്രേപ്സും ആയിട്ടാണ് ഡിന്നർ വൈൻഡപ്പ് ചെയ്തത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. See you next time. Till then, take care. Bye bye.